പ്രേക്ഷകർ വളരെയേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് മമ്മൂട്ടിയും വിനായകനും പ്രധാന വേഷത്തിലെത്തിയ കളങ്കാവൽ. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന 7ാമത്തെ ചിത്രം. ക്ലാസിക് ടച്ചും പുതുമ നിറഞ്ഞതുമാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഓരോ ചിത്രവും. ദക്ഷിണ തിരുവിതാംകൂറിലെ ദേവീക്ഷേത്രങ്ങളിലെ ആചാരവുമായി ബന്ധപ്പെട്ട പേരാണ് കളങ്കാവൽ. മമ്മൂട്ടിയുടെ പ്രകടനം തന്നെയാണ് ചിത്രത്തിൽ എടുത്തു പറയേണ്ടത്. പ്രതീക്ഷയ്ക്കും അപ്പുറമുള്ള പ്രകടനവുമായി മമ്മൂട്ടി നമ്മെ വിസ്മയിപ്പിക്കുന്നു. ഇത്രത്തോളം പ്രേക്ഷകരെ വെറുപ്പിക്കുന്ന ഒരു കഥാപാത്രം മമ്മൂട്ടി ചെയ്തിട്ടുണ്ടോ എന്ന് സംശയിക്കണം. ഒപ്പം വിനായകൻ്റെ അഭിനയ മികവും കൂടിയാവുമ്പോൾ ഒന്നാന്തരം ദൃശ്യവിസ്മയമാണ് പ്രേക്ഷകർക്ക് ലഭിച്ചത്. തിരക്കഥ തന്നെയാണ് ചിത്രത്തിൻ്റെ നട്ടെല്ല്. കുറുപ്പ് എന്ന ചിത്രത്തിൻ്റെ രചനയിലൂടെ പേരെടുത്ത ജിതിൻ കെ ജോസാണ് ചിത്രത്തിൻ്റെ സംവിധായകൻ. ജിതിൻ കെ ജോസും ജിഷ്ണു ശ്രീകുമാറും ചേർന്നാണ് ചിത്രത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. ആദ്യമായാണ് ഒരു ചലച്ചിത്രം സംവിധാനം ചെയ്യുന്നതെങ്കിലും അതിൻ്റെ യാതൊരു പോരായ്മകളുമില്ലാതെ മികച്ച ഒരു ചലച്ചിത്രം പ്രേക്ഷകർക്ക് സമ്മാനിക്കാൻ ജിതിൻ കെ ജോസിന് സാധിച്ചിട്ടുണ്ട്. പലതരം വില്ലൻ വേഷങ്ങളും മമ്മൂട്ടി ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്രയേറെ പ്രേക്ഷകരെ വെറുപ്പിക്കുന്ന വില്ലൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. ആരോടും പ്രത്യേകിച്ച് സെൻറ്റിമെൻറ്റ്സോ കോംപ്രമൈസോ ഒന്നുമില്ലാത്ത മോഹൻ എന്ന കഥാപാത്രമായാണ് മമ്മൂട്ടി എത്തുന്നത്. 22ഓളം നായികമാരുണ്ട് ചിത്രത്തിൽ. അവരാരും തന്നെ വെറുതെ വന്നു പോകുന്നവരല്ല. എല്ലാവരും കഥയുടെ ഭാഗം തന്നെയാണ്. അവർക്കെല്ലാം കൃത്യമായ ഇടം കൊടുത്ത സംവിധാന രീതിക്ക് തന്നെ കയ്യടി കൊടുക്കണം. നത്ത് എന്ന ഇരട്ടപ്പേരിൽ അറിയപ്പെടുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസറായ ജയകൃഷ്ണൻ ആയിട്ടാണ് വിനായകൻ എത്തുന്നത്. ഗംഭീര പ്രകടനം കൊണ്ട് കയ്യടി നേടുന്ന കഥാപാത്രം തന്നെയാണ് വിനായകൻ്റെ ജയകൃഷ്ണൻ. ഉയർന്ന സാങ്കേതിക തികവാർന്ന ചിത്രമാണ് കളങ്കാവൽ. തിയേറ്റർ എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്ന ചിത്രം. തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട ചലച്ചിത്രം.